നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ്. എന്താണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ്? ജർമ്മനിയിൽ എന്താണ് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ ഒരാൾ ചെയ്യുന്നത്? കുറേ തരം ഡൗട്ടുകളുണ്ട്. ക്ലാസ്സിൽ ഏത് ടൈപ്പ് എക്സാംസ് ആണ്, ഇംഗ്ലീഷിൽ എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എന്തൊക്കെ ജോലികളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, കുറേ ഡൗട്ടുകൾ അങ്ങനെ എനിക്ക് പല പല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോയുടെ ക്ലാരിഫിക്കേഷനാണത്. എന്താണ് ജർമ്മനിയിൽ ഒരു നഴ്സിംഗ് ഹൗസ് ബിൽഡും സ്റ്റുഡൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു 3 വർഷത്തെ കോഴ്സ് പോകുന്നത്? അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. ജർമ്മൻ ഫീൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മൻ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡുവൽ വൊക്കേഷണൽ പ്രോഗ്രാമാണ്. അതായത് സ്കൂളും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി. അതായത് 3 വർഷത്തെ ഒരു കോഴ്സാണ് ഇത്. ഇതൊരു ബാച്ചിലർ ഡിഗ്രി അല്ല, ഒരു ഡിപ്ലോമ ഡിഗ്രിയാണ്. പക്ഷേ ജർമ്മനിയിൽ ഒരു 80% ഓഫ് നേഴ്സസ് ഹൗസ് ബിൽഡിംഗ് കോഴ്സിലൂടെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ ഡിപ്ലോമ കോഴ്സാണ് എന്നുള്ള രീതിയിൽ ഇതിനെ വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് യൂറോപ്പിൽ മൊത്തം വാലിഡ് ആണ്. ഞാനിപ്പോൾ അറിഞ്ഞത് എൻ്റെ ഒരു പരിചയമുള്ള ഒരു ഫ്രണ്ടിൻ്റെ കസിൻ, ജർമ്മൻ കൊളീഗിൻ്റെ ഒരു കസിൻ അമേരിക്കയിൽ പോയിട്ട് അവിടെയും ഈ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷിലൊരു എക്സാം എഴുതിയപ്പോൾ അമേരിക്കയിലും, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും ഇത് വാലിഡായി. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടുന്നൊരു സർട്ടിഫിക്കറ്റാണ്. ഈ ഒരു 3 വർഷത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഫീസായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ചിലവും ഇല്ല. അതായത് 0 ട്യൂഷൻ ഫീസ്, 1 രൂപ പോലും ചിലവില്ല. നിങ്ങളുടെ ഏജൻറ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് പൈസ മേടിച്ചാലും അത് അവരുടെ സർവീസ് ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്കോമഡേഷൻ്റെ കോഷൻ ഡെപ്പോസിറ്റ് ആയിരിക്കാം. അതല്ലാതെ ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് വേണ്ടിയിട്ട് യാതൊരുവിധ ചാർജസും ഇല്ല. ഈ ഒരു 3 വർഷത്തെ കോഴ്സിൽ നിങ്ങൾ ഏകദേശം 2100 മണിക്കൂറുകളോളം പ്രാക്ടിക്കൽസിലും 2300 മണിക്കൂറുകളോളം തിയറിയിലും സ്കൂളിലുമായിട്ട് നിങ്ങൾ ചിലവഴിക്കും. ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ടാണ് ചിലവഴിക്കുന്നത്. ഈ ഒരു 3 വർഷത്തെ കോഴ്സിൽ നിങ്ങൾ യൂഷ്വലി തുടങ്ങുന്നത് സ്കൂളിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് B2 ലെവലാണ്. B2 ഇല്ലാതെ ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ലാംഗ്വേജ് ലെവൽ B2 ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വിസ്കിയാണ് ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാംഗ്വേജ് ലെവൽ നിങ്ങൾക്ക് ഏകദേശം B2 ലെവൽ ഇല്ലാതാണെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ഹൗസ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നിങ്ങൾ തുടങ്ങുന്നത് സ്കൂളിലായിരിക്കും ആദ്യത്തെ 4 ആഴ്ച. ആ ഒരു 4 ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു ടൈമാണ്. ആദ്യത്തെ 6 മാസം പ്രോബിസൈറ്റാണ്. അതായത് വെറും 4 ആഴ്ചത്തെ നോട്ടീസിൽ പീരീഡിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ പുറത്താക്കാം. അപ്പോൾ ഇതിൻ്റെ വിസ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു യൂഷ്വലി 4 ആഴ്ചത്തെ ആ ഒരു ഇതിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരിക്കും. അപ്പോൾ ആദ്യത്തെ 4 ആഴ്ചത്തിൽ സ്കൂളിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. സ്കൂൾ കഴിഞ്ഞ ശേഷം നിങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ കോൺട്രാക്ട്, ഈ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് സ്കൂൾ കോൺട്രാക്റ്റും എംപ്ലോയർ കോൺട്രാക്റ്റും ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ ഒരു ഹോസ്പിറ്റലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക്, നിങ്ങളുടെ ആ ഒരു സ്റ്റേഷനിലേക്കായിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ല ഒരു ഓൾഡ് ഏജ് ഹോമിലാണെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ ബേസ് ആയിട്ടുള്ള ക്രാങ്കറൗസിനെങ്കിൽ ഈ ഒരു ഇങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയറുടെ അടുത്തേക്കാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ ഒരു ഹോസ്പിറ്റലായേക്കാം, നിങ്ങളുടെ എംപ്ലോയർ ഒരു ആംബുലൻസ് ഡീൻസ്റ്റ് ആയേക്കാം. അതായത് പേഷ്യൻസിനെ വീട്ടിൽ ചെന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ചെന്ന് പരിചരിക്കുന്ന ഒരാളാണെന്ന്, അങ്ങനത്തെ രീതിയിലായേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പേയ്മെൻറ്റ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോം ആയേക്കാം. ഇങ്ങനെ പല രീതിയിലേക്ക് ഉള്ള എംപ്ലോയർ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്കായിരിക്കും നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ ശേഷം ആദ്യത്തെ 4 ആഴ്ച നിങ്ങൾ പോകുന്നത്. അവിടെ ഒരു പർട്ടിക്കുലർ അവേഴ്സ് ഓഫ് സമയം നിങ്ങൾ ചിലവഴിക്കുന്നു. ഇവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ കൂടെ നടന്നുകൊണ്ടിട്ട് ഇതെല്ലാം കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഫിറ്റായി എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പറയാം, ഓക്കെ ഇനി പോലെ ഞാൻ ഒറ്റ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാമെന്ന് പറയാം. അതുവരെ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഹൗസ് ബിൽഡിങ്ങിൻ്റെ റൂള് പ്രകാരം നിങ്ങളെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് വിടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്
പ്രാക്ടിക്കലല്ല, കാരണം ഒറ്റയ്ക്ക് എത്ര നാളിങ്ങനെ പോകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കൊളീഗ്സിൻ്റെ കുറവ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വർക്കേഴ്സിൻ്റെ കുറവുള്ളതുകൊണ്ട് നിങ്ങൾക്ക് യൂഷ്വലി ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ എത്ര പെട്ടെന്ന് പഠിക്കുന്നോ ആ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് വിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജോലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും മെഡിസിൻസിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ഹോസ്പിറ്റലിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ അക്യൂട്ട് ഫ്ലീ ഹോസ്പിറ്റൽ രീതിയിൽ നിങ്ങൾ കൂടുതലും മെഡിസിൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് യൂഷ്വലി പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവിടെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടാവും. തൊട്ടടുത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിന് കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നു. അതനുസരിച്ചുള്ള ചേഞ്ചസ്, മെഡിസിൻസ്, ഈ ഇൻഫ്യൂഷൻ, പലതരത്തിലുള്ള ഡിവൈസസ് ഒരാളുടെ ജീവൻ നിലനിർത്താനായിട്ടും അങ്ങനെയുള്ള പല രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങളൊരു ഇൻറ്റൻസീവ് കെയറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജോലി നിങ്ങളുടെ വേറെ ആയിരിക്കാം. ആ ഒരു രീതിയിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരാളെ വാഷ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള സംഭവം ഒരു 20-30% ആയിരിക്കും. അത് അതിൻ്റെ ഭാഗമാണ്, പക്ഷേ ഒരു 20-30% ആയിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതേസമയം നിങ്ങളൊരു ആംബുലൻസ് നീഡ്സിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പേഷ്യൻസിന് വീട്ടിൽ പോയി ചെയ്യുന്നൊരു സംഭവത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഹാൻഡ്ലൂംസ് എന്ന് പറയും. അതായത് ഈ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുക, ഷുഗർ ചെക്ക് ചെയ്യുക, മെഡിസിൻസ് ചില പേഷ്യൻസിന് ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ടൈമിൽ മെഡിസിൻസ് കൊടുക്കുക. പിന്നെ കൊംപ്രസ്യൂൺ സ്ട്രിംഫ് എന്നുള്ള സംഭവമുണ്ട്. അതായത് ഒരു കൊംപ്രഷൻ കാലിൽ ഈ അത് നിങ്ങൾ പഠിക്കും. ഈ വെയിൻ എന്ന് പറയും, അതായത് നമ്മൾ ആർട്ടറി വെയിൻസ്, ആ ഒരു സംഭവം പ്രോപ്പർ വർക്കിംഗ് അല്ലാത്തപ്പോൾ ബ്ലഡ് ഫ്ലോ, ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇത് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു കംപ്രഷൻ ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ അതൊരു റബ്ബറിൻ്റെ പോലത്തെ ഗുമ്മി സ്ട്രിംഫ് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കാലിങ്ങനെ വലിച്ചിടാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ അവിടെയും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളുടെ പേഷ്യൻ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന പ്ലാൻ അനുസരിച്ച് ചിലപ്പോൾ ഈ കുളിപ്പിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൾഡ് ഏജ് ഹോമിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് അവിടെ ഒരു 40-50% നിങ്ങൾ വാഷിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പേഷ്യൻ്റ്. അതായത് അവിടെ താമസിക്കുന്ന പേഷ്യൻ്റ് അല്ല. അപ്പോൾ അവരുടെ ബോഡി ചേഞ്ചസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇവരുടെ ബോഡിയെല്ലാം ഓക്കെ ആണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെയിൻ ആയിട്ടുള്ള ഇതുണ്ടോ, ആരെങ്കിലും വീണിട്ടുണ്ടോ, അതനുസരിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ തന്നെ വാഷിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ അവിടെ ആ പേഷ്യൻസിനെ അവിടെ താമസിക്കുന്ന പ്രായമുള്ളവരെ കാണാൻ വേണ്ടി വരുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ ഈ ചേഞ്ച് അനുസരിച്ച് ഹൗസ് ആർട്സ് എന്ന് പറയും, നമ്മുടെ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു പേഷ്യൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഒരു ഡോക്ടറിൻ്റെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ചേഞ്ച് അനുസരിച്ച് ആ ഡോക്ടറിനെ വിവരം അറിയിക്കുക. ഡോക്ടറിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തിരിച്ചു കിട്ടാൻ നേരത്ത് അതനുസരിച്ച് ഇപ്പോൾ മരുന്ന് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ ഈ മരുന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ അപ്പോഴത്തേക്ക്, അതായത് മെഡിസിൻസ് മേടിക്കുന്ന സ്ഥലം, ആ ഒരു സംഭവം അവിടെ അറിയിക്കുക. പുതിയ മെഡിസിൻ പ്ലാൻ ഉണ്ടാക്കുക. അവരുടെ ഫുൾ ഫയൽ സിസ്റ്റത്തിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ മൊത്തത്തിലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ കുറച്ചും കൂടി ഫ്രീ ആയിട്ടൊരു ഷിഫ്റ്റ് ഫ്യൂറും എന്ന് പറയും. അതായത് നിങ്ങളൊരു നേഴ്സായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കീഴിലല്ല, നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഷിഫ്റ്റ് ഫ്യൂർ, നിങ്ങളാണ് ലീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ജോലി പറഞ്ഞ് അവരുടെ ജോലി ചെയ്യിപ്പിക്കണം. അത് കൺട്രോൾ ചെയ്യേണ്ട അവസ്ഥ വരും, ഉറപ്പുവരുത്തേണ്ട അവസ്ഥ വരും. ഇതെല്ലാം നിങ്ങളൊരു ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെ പല ഈ 3 വർഷത്തെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇതാണ് നിങ്ങളുടെ എംപ്ലോയർ. നിങ്ങളുടെ എംപ്ലോയർ അനുസരിച്ച് നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് വരും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് എക്സ്പീരിയൻസ് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ നിങ്ങളുടെ എംപ്ലോയർ പ്ലാൻ ചെയ്ത് അയക്കും. അതിലൊന്നാണ് ഈ കിൻഡർ ഫ്ലീഗ്, അതായത് കുട്ടികളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലീഗ് ടോപ്പിക്സ്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും. അതായത് ചിലപ്പോൾ ഇതൊരു കിൻഡർ ഗാർഡൻ ആയിരിക്കാം, 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഏജിൽ, അല്ലെങ്കിൽ ഒരു കിൻഡർ ക്രാങ്കൻ ഹൗസ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റോ, അല്ലെങ്കിൽ കുട്ടികളുടെ ഇപ്പോൾ ഒരു ബർത്ത് നടക്കുന്ന സ്ഥലം, അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ പോയേക്കാം. ആ ഒരു സംഭവം. പിന്നെ സൈക്കാട്രി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മെൻ്റലി പ്രോബ്ലംസ് ഉള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭ്രാന്ത്, അതൊരു നല്ലൊരു വേർഡല്ല. നമ്മളാരും അങ്ങനെയുള്ള നമ്മളുടെ എല്ലാത്തിൻ്റെയും നമ്മളുടെ തലച്ചോറും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ
ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വളരെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടേക്കാം. പക്ഷേ അതൊന്നും നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടിയിരിക്കും. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ട് അത് ചെയ്യണമെന്നില്ല. നിങ്ങൾ അവിടുത്തെ ചെന്നിട്ട് ആ മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുക. തുടക്കം തന്നെ പറയുക എനിക്കിത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഈ സൈക്കാട്രി, കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾഡ് ഏജ് ഹോം, ഹോസ്പിറ്റൽ, പിന്നെ ഞാൻ പോയത് പാലിയാറ്റീവ്, അതായത് മരണം തൊട്ട് മുമ്പായിട്ടുള്ള ആ ഒരു സമയം ചിലവഴിക്കുന്ന ആ ഒരു സംഭവം, ആ ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അത് മാൻഡേറ്ററി അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല പല സ്ഥലത്ത് പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് വരുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജാണ് ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. അത് ഉറപ്പായിട്ടും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ആദ്യമുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശീലമായി കഴിയാൻ നേരത്ത് അതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നാളെ ഞാൻ പേഴ്സണലി എൻ്റെ കാല് സർജറി ചെയ്ത് കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആർക്കും വരാവുന്നൊരു കാര്യമാണത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് കോഴ്സിൽ പല പല സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് നേടും. ഇനി ഈ 3 വർഷത്തെ ഇതാണ് ബേസിക്കായിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ. ഇനി എക്സാംസിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലാസൂർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ക്ലാസ് ടെസ്റ്റ് പോലെ ഈ പുതിയ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പ്രകാരം നിങ്ങൾക്ക് എല്ലാ ക്ലാസ് ടെസ്റ്റിലും ഫെയിലായിട്ട് 3rd ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം എഴുതി പാസ്സായാൽ അത് ഓക്കെയാണ്. അല്ലാണ്ട് എല്ലാ ക്ലാസ് ടെസ്റ്റിനും പാസ്സാകണം എന്നുള്ള നിർബന്ധമില്ല, റൂളില്ല. ഞാൻ ക്ലിയർ ചെയ്തൊരു കാര്യമാണത്. അപ്പോൾ ഈ ക്ലാസ് പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 6 മാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊബേഷൻ പീരീഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ പറഞ്ഞു വിടാനായിട്ട് സാധിച്ചേക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, ഇപ്പോൾ ക്ലാസ്സിൽ മാർക്കില്ല എന്നുള്ളൊരു ഇഷ്യൂസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെ മാർക്സ് ഇഷ്യൂസിൻ്റെ പേരിൽ നിങ്ങൾക്ക് പറഞ്ഞുവിടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെർഫോമൻസ് ഇല്ല, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോട്ടോക്കോളുണ്ട്. അതായത് ആദ്യം ഒരു ഗിഷ്പ്രേഷൻ എന്ന് പറയും, കോൺവെർസേഷൻ, ഒരു ടോക്ക് നടത്തണം. അത് പ്രോട്ടോക്കോൾ ചെയ്യും അവർ. അതായത് ഇങ്ങനൊരു ടോക്ക് നടത്തി ഇയാൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ലാംഗ്വേജ്, അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനുവേണ്ടി ഒരു 4 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2ാമത് 4 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു 2ാമത്തെ ഒരു ടോക്ക് നടത്തും. ഇപ്പോൾ അതിലെ റിസൾട്ടാണ് ഈ 4 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തോ, ആ പ്രശ്നം പരിഹരിച്ചോ. എന്നിട്ടും പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളെ ഹൗസ്ഫുൾ ഈ 6 മാസത്തെ പ്രോബേസിറ്റി കഴിഞ്ഞതിന് ശേഷവും നിങ്ങളെ പുറത്താക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലീഗൽ നിങ്ങളെ പുറത്താക്കുന്നതിൻ്റെ ഉള്ള റിയാലിറ്റീസ്. ഇനി എക്സാംസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാംസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാംസിൽ നിങ്ങൾക്ക് ഫെയിലാകാം. 3rd ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സാം എഴുതി പാസ്സാകാം. എക്സാം എഴുതി പാസ്സായാലും നിങ്ങൾക്ക് വാലിഡാണ്, ക്ലാസ് ടെസ്റ്റിന് പാസ്സാകണമെന്നില്ല. റിയൽ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എക്സാം 3rd ഇയറിൻ്റെ അവസാനം മാത്രമാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു എക്സാം സ്കൂളിൽ നിന്ന് തന്നെ നടത്തും. അത് പാസ്സായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്കൂളുകാർ പറയുകയാണ് നിങ്ങളിത് പാസ്സായിട്ടില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ പറയാം. എൻ്റെ റിസ്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റും, ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ നിങ്ങളെ അങ്ങനെ കടത്തി വിടണം അടുത്ത ഇയറിലേക്ക്. ഇതാണ് റൂള്, റീയൂറിംഗ് സ്പെസിഫിക്. അതായത് ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് കൺട്രോൾ ചെയ്യുന്ന അവർ പറയുന്ന റൂൾ ഇതാണ്. 2nd ഇയറിലും ഇതേപോലെ നിങ്ങൾക്ക് വലിയ എക്സാം ഒന്നുമില്ല. 2nd ഇയറിലും ഒരു പ്രോബേ എക്സാം എന്നുള്ള രീതിയിൽ, അതായത് ട്രയൽ എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 2nd ഇയറിൻ്റെ അവസാനം റിയൽ എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു എക്സാമും കൂടി ഉണ്ടാവും. ആ എക്സാമിലും ഫെയിലായാലും നിങ്ങൾക്ക് കടന്ന് പോകാം. നിങ്ങൾക്ക് സ്വന്തം റിസ്ക്. സ്കൂളുകാർ വീണ്ടും നിങ്ങളോടൊരു ടോക്ക് നടത്തും, എന്നിട്ട് പറയും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്ര അറിവിപ്പോൾ ആയിട്ടില്ല, അപ്പോൾ കുറച്ചാളും കൂടി 1 വർഷം കൂടി 2nd ഇയറിൽ കണ്ടിന്യൂ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ പറയാനാണ് ഓക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും, എൻ്റെ റിസ്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ റിസ്ക് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും കടത്തി പോകാൻ പറ്റും. അതായത് 3 വർഷത്തിൽ ആ 3 വർഷത്തെ അവസാനം മാത്രമാണ് റിയൽ എക്സാം സംഭവിക്കുന്നത്. ഇനി ഈ എക്സാംസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രോപ്പർ എക്സാം എന്ന് പറയുന്നത് ഒരു റൈറ്റിംഗ് എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, പിന്നെ ഒരു സ്പീക്കിംഗ് എക്സാം ഉണ്ട്. റൈറ്റിംഗ് എക്സാം നടക്കുന്നത്, ഒഫീഷ്യൽ എക്സാം നടക്കുന്നത് 3 ദിവസമായിട്ടാണ്. ഈ 3 ദിവസത്തിൽ വരാനായിട്ട് സാധ്യതയുള്ളത് ഒരു കുട്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഒരു എക്സാമ്പിൾ തരും, അല്ലെങ്കിൽ 2ാമത്തെ ദിവസം ചിലപ്പോൾ ഒരു പ്രായമുള്ള ഒരാളുടെ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ വന്നേക്കാം, 3ാമത്തെ ദിവസം ചിലപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു എക്സാമ്പിൾ വന്നേക്കാം. ഈ എക്സാമിൻ്റെ ഫോർമാറ്റ് എല്ലാ 3 ദിവസത്തെ എക്സാമിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു ഫാൽ ബൈ സ്പീൽ എന്ന് പറയും. അതായത് കേസ് സ്റ്റഡി, ഒരു എക്സാമ്പിൾ വരും.
അതായത് ഒരു പ്രായമുള്ള ഒരാൾ എക്സാമ്പിൾ ആണെങ്കിൽ ഒരാൾക്ക് 85 വയസ്സുണ്ട്, അയാൾ ഈയിടെയായിട്ട് അയാളുടെ ഭാര്യ കഴിഞ്ഞ 5 വർഷമായിട്ട് മരിച്ചുപോയി, അയാൾ ഇപ്പോഴും ഡിപ്രഷനിലാണ്. അപ്പോൾ ഈയിടെയായിട്ട് അയാൾ ഭക്ഷണം കഴിക്കാതെ ആയിരിക്കുന്നു, ഉറങ്ങാൻ പറ്റാതെ ആയിരിക്കുന്നു. അയാൾക്ക് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ ഓൾറെഡി വളരെ വെയിറ്റ് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ അയാൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇയാൾ ആരോട് സംസാരിക്കാതിരിക്കുന്നു, റൂമിലേക്ക് പുറത്തിറങ്ങാതിരിക്കുന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു ഇതായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻസ് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. പല പല ടോപ്പിക് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയാൾ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഇയാൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഇയാളെല്ലാം എഴുതി വെച്ച് മരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അയാളെ പോയി തടഞ്ഞ്, ഞാൻ അയാളെ പോയി തടയും, സൂയിസൈഡിൽ നിന്ന് പിന്മാറ്റിക്കും എന്ന് ഞാൻ എക്സാമിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. കാരണം ജർമ്മനിയിൽ ഒരാൾക്ക് സ്വയം മരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ വരുന്നത് റൈറ്റ്സ്, ഒരാളുടെ മനുഷ്യാവകാശം, ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഫോർ എക്സാമ്പിൾ ഇനി ഇയാൾ എന്താ പറയുക, പുറത്തേക്ക് വരാനായിട്ട് റൂമിൽ നിന്ന് വരുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല, ഐസൊലേഷൻ, ഇയാൾ സ്വന്തമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നു. അപ്പോൾ അവിടെ ഒരു നേഴ്സിൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിപ്രഷൻ, മെൻ്റൽ ഇഷ്യൂസ് വരാം, ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാം, അങ്ങനെ ഒരു ഇതിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഇത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, നമ്മൾ സ്വന്തമായിട്ട് ഇത് ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്രോബ്ലം നമ്മൾ കണ്ടുപിടിക്കുന്നു, അതെങ്ങനെ സഹനം, അതായത് കോസ്, എങ്ങനെ ഈ പ്രോബ്ലം വരുന്നു, പിന്നെ സീൽ എന്ന് പറയും, നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡിപ്രഷനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഡിപ്രഷനിൽ നിന്ന് മാറ്റി പുറത്തേക്ക് കൊണ്ടുവരിക ലക്ഷ്യം. പിന്നെ മാസ്നാമൻ മെഷേഴ്സ്, ആ ഒരു രീതിയിൽ, അതായത് നമ്മൾ ഇതിനു വേണ്ടി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു കൊളീഗ് ചെന്ന് അയാളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു ഓഫർ കൊടുക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു 3 ദിവസത്തെ ഈ ഒരു സംഭവമായിരിക്കും അടിസ്ഥാനപരമായിട്ട് എക്സാമിൻ്റെ ഒരു രീതി. പിന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ മോഡൽസ്, തിയറീസ്, റൂൾസ്, റൈറ്റ്സ്, ഇതൊക്കെ ബേസിക്കായിട്ട് പഠിക്കണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു എക്സാം രീതി, റിട്ടൺ എക്സാം. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത് നമുക്ക് അവസാനത്തെ പ്രാക്ടിക്കൽ എക്സാമിന് 2 പേരുണ്ടാവും. 2 റെസിഡൻസിനെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളുടെ മെൻറ്റോർ, അതായത് നമ്മളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ എക്സാംസിൽ നമ്മളുടെ ഗൈഡ് ചെയ്യുന്ന ഒരു നേഴ്സായിരിക്കും, പ്രാക്ടീസ് അനലൈറ്റർ എന്നാണ് പറയുന്നത്, നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഒരാൾ. അവരും നമ്മുടെ സ്കൂളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളുടെ മെൻറ്റോർ കുറച്ച് കേസ് സ്റ്റഡീസ് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് സ്കൂളിൽ 2 പേരെ തലേ ദിവസം തിരഞ്ഞെടുത്തിട്ട് നമുക്ക് അയക്കും. തലേ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോബ്ലം, കോസ്, അവർ ഗോൾ, എയിം, ഇതൊക്കെ എല്ലാം വെച്ചുകൊണ്ടിട്ട് നമ്മളൊരു പ്ലാനൊക്കെ എഴുതണം. അത് നിങ്ങൾ സ്കൂളിൽ പഠിക്കും. അപ്പോൾ ഇതെല്ലാം തലേ ദിവസം നമ്മൾ എഴുതി സ്കൂളിലേക്ക് അയച്ച് അതിന് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ആ സ്കൂളിൽ നിന്ന് വരുന്നത് നമ്മൾ എഴുതിയത് എന്താണോ അതെല്ലാം നമ്മളവിടെ റിയലായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം 2 പേഷ്യൻസിനും. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു ബോഡി വാഷിംഗ് ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ എന്നുള്ള ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു ഡിവൈസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബോഡി ഉപയോഗിച്ചിട്ടോ അയാളെ ബെഡിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു റോൾ സ്റ്റൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ടാകാം. അയാളെ ഗൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എപ്പോഴും വീഴുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഴ്ച എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള രീതിയിലുള്ളൊരു ക്ലാസ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാകാം. ഫോർ എക്സാമ്പിൾ പ്രോപ്പറായിട്ടുള്ള ഷൂ ധരിക്കുക, ലൈറ്റ് ആവശ്യത്തിന് ഇടുക. പിന്നെ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലഡ് ഷുഗർ എടുക്കുന്ന ഒരാളാണ്, അയാൾക്ക് സ്വന്തമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് ഉണ്ടാക്കാം. പിന്നെ കാലിനും ബോഡിക്കൊക്കെ എക്സസൈസ് ആയിട്ട് ബെഡിലിരുന്നുകൊണ്ട് എങ്ങനെ എക്സസൈസ് ചെയ്യാം, ഈ ബെഡിൽ റോൾ സ്റ്റൂളിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ എക്സസൈസ് ചെയ്യും, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാം. ഇത് ഇങ്ങനത്തെ ഒരു എക്സാം ഉണ്ടാകും. ഇതിനെക്കുറിച്ച് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, അത് ഈസിയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ സ്പീക്കിംഗ് എക്സാം. ഈ സ്പീക്കിംഗ് എക്സാമിൽ നിങ്ങൾ ഒരു ഡേറ്റ് വരുന്നു, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അരമണിക്കൂർ ടൈമുണ്ട്. നിങ്ങൾക്ക് ടോപ്പിക് ആയിരുന്നു, പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അരമണിക്കൂർ ടൈമുണ്ട്. ഇൻ്റർനെറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജർമ്മനിലാണ് കേട്ടോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഒരു സ്ഥലത്തും വരുന്നില്ല. അപ്പോൾ ഈ സ്പീക്കിങ്ങിൽ അതേപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, അരമണിക്കൂർ പ്രിപ്പയർ ചെയ്യുന്നു എക്സാമിന്. അത് വേറൊരു ദിവസമായിരിക്കും, നിങ്ങൾക്ക് ഡേറ്റും ടൈമൊക്കെ തരും. അരമണിക്കൂർ പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് എക്സാമിനറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ചിലപ്പോൾ 3 പേരുണ്ടാകാം, അല്ലെങ്കിൽ 2 പേരുണ്ടാകും. ഒരാൾ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് അവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് മാത്രമായിരിക്കാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കേസ് സ്റ്റഡി തരുന്നു. നിങ്ങൾ സ്പീക്കിങ്ങിൽ ഉണ്ടാകുന്ന സ്പീക്കിങ്ങിൽ 3 കോമ്പറ്റൻസ് പ്രശ്നം, 3 സിലബസിലുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് റൈറ്റ്സ്, ഒരു മനുഷ്യൻ്റെ റൈറ്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട്. ഒന്ന് വേറൊരു നമ്മളുടെ മൾട്ടി പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, വാഷിംഗ് കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്ന കാര്യങ്ങളല്ല, അസുഖങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല, മെഡിസിൻസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല.
ഈ ഒരു വർക്കിൽ ഒരാളെ ഇങ്ങനെ ഒരു പ്രശ്നം, കമ്മ്യൂണിക്കേഷൻ തിയറീസ്, മോഡൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ഒന്ന് സംസാരിക്കുന്നത് നമ്മളുടെ അവകാശങ്ങൾ, ഒരു ജോലിക്കാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, വർക്കിങ്ങിൻ്റെ റൂൾസ്, അവേഴ്സ്, നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ കുറിച്ചിട്ടായിരിക്കും. ഈ മൂന്നുമാണ് എക്സാം. ഇതിൽ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞത് ഐൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ A+ പോലെയാണ്, A+A പോലെയാണ്. ഐൻസ്, വൈ, ദ്രൈ, ഫിയർ വരെ നിങ്ങൾ പാസ്സാണ്. 5ഉം 6ഉം മാർക്സാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലായി. ഇതാണ് ജർമ്മൻ നഴ്സിംഗ് ഔസ്ബിൽഡിങ്ങിൻ്റെ 3 വർഷത്തിൽ നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം ഫെയിലായിട്ടുണ്ടെങ്കിൽ പോലും ചില കേസിൽ 2 എക്സാം, സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ, 2 മോഡ്യൂൾസിനൊക്കെ ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 1 വർഷം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതല്ല ഒരു സംഭവത്തിലൊക്കെയാണ് ഫെയിലായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് 3 എക്സാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് 2 പാസ്സായി 1 മാത്രമാണ് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 വീക്സ് കഴിഞ്ഞതിന് ശേഷം, 6 വീക്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗവൺമെൻറ് ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വീണ്ടും പെട്ടെന്ന് ആ 4 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും എക്സാം പെട്ടെന്ന് തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ജർമ്മൻ നഴ്സിംഗ് ഔസ്ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1250 യൂറോ മിനിമം, സ്റ്റേറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, മിനിമം കിട്ടും. ഓരോ വർഷം 100 യൂറോ വെച്ചിട്ട് കൂടും നിങ്ങൾക്ക്. അതായത് ഫസ്റ്റ് ഇയർ 1250, സെക്കൻഡ് ഇയർ 350, തേർഡ് ഇയർ 1450. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു വർഷം 30 ദിവസം വെക്കേഷൻ ഉണ്ട്. ഈ വെക്കേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഔസ്ബിൽഡിങ്ങിൽ നിങ്ങൾ സ്കൂളായിരിക്കും പ്ലാൻ ചെയ്ത് തരുന്നത്. നിങ്ങളുടെ മെയിൻ എംപ്ലോയറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വെക്കേഷൻ എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മെയിൻ എംപ്ലോയറിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യണം, എനിക്ക് ഈ ഒരു വെക്കേഷൻ ഇവിടെ എടുത്തോട്ടെ, എന്നിട്ട് അതിനുശേഷം ആ ഒരു സമയത്ത് ഞാൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാം, ആ ഒരു പ്ലാൻ നിങ്ങളുടെ മെയിൻ എംപ്ലോയറായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ 30 ദിവസത്തെ പെയ്ഡ് വെക്കേഷൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഉണ്ട്. അത്ര ഫ്ലെക്സിബിൾ അല്ല ഔസ്ബിൽഡിങ്ങിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം സ്കൂളും പുറത്തുള്ള ഔസറൈൻസാർട്സ് അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലത്തേക്ക് പോകാൻ നേരത്ത് അവിടെ നമുക്ക് ഒരിക്കലും വെക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. സ്കൂൾ അത് പ്ലാൻ ചെയ്ത് തരണോ അത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ബേസിക്കായിട്ട് നഴ്സിംഗ് ഔസ്ബിൽഡിങ് എന്താണെന്നുള്ള രീതിയിൽ. ഇതൊരു കംപ്ലീറ്റ് വീഡിയോ അല്ല, ഞാൻ ഒന്നും കൂടി എന്താണ് നഴ്സിംഗ് ഔസ്ബിൽഡിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇനി ഇതിൻ്റെ റിയാലിറ്റി എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ട് B1 വെച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പേഴ്സണലി ഒരു ആക്റ്റീവായിട്ടുള്ള, ഒരു എക്സ്ട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് B1 വെച്ചിട്ട് മതിയാവും ഇവിടെ വരുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ എന്നെപ്പോലെ ഒരു ഇൻട്രോവേർട്ടാണ്, അധികം അങ്ങനെ ഫ്രീഡം സംസാരിക്കാത്ത ഈ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ സോഷ്യലി സംസാരിക്കാത്ത ഒരാളാണെന്ന് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് B2 വേണ്ടി വരും. കാരണം പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം, എല്ലാവർക്കും മനസ്സിലാവണം. അതുപോലെ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന മെസ്സേജ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനായിട്ടും സാധിക്കണം. അപ്പോൾ അതിനൊരു നല്ലൊരു ലാംഗ്വേജ് ലെവൽ ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയും ലോങ് ആയി പോയി. കുറച്ച് ഞാൻ ജസ്റ്റ് റഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ പ്രോപ്പർ കമൻസിന് എല്ലാത്തിനും വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ചോദിക്കുന്ന ഓരോ കമൻസിനും ഒരു വീഡിയോയിലൂടെ മറുപടി പറയാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് നഴ്സിംഗ് ഹൗസ്ബിൽഡിങ്ങിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചെയ്യുക. ഞാൻ അത് നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.